നമസ്കാരം. റോസ പാർക്സിൽ നിന്നും മാൽക്കം എക്സിൽ നിന്നും മാർട്ടിൻ ലൂതർ കിങ്ങിലേക്ക്, അതും കഴിഞ്ഞ് ബരാക് ഒബാമയിലേക്ക് വരെ എത്തിയതിനു ശേഷം എനിക്ക് ശ്വസിക്കാനാവില്ല എന്ന് പറഞ്ഞു അമേരിക്ക കാലഘട്ടം. ഉള്ളിൽ പൂണ്ടുകിടക്കുന്ന, ആണ്ടുപോയ, വേരൊഴിച്ചു പോയ സ്വത്ത് പോലെ അത് ഭാഷയോ ദേശമോ വർണ്ണമോ നിറമോ മതമോ ജാതിയോ ആയി പുനരുദ്ധരിക്കുന്നതിനെയാണ് ലോകം വലതുപക്ഷമെന്ന് പറഞ്ഞത്. അതിനെ പ്രതിരോധിച്ചിരുന്നു സർവാശ്ലേഷിയായ ഒരു വ്യവസ്ഥിതി, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതിയെ സ്വപ്നം കണ്ടിരുന്ന ഒരാശയത്തെയാണ് ഇടതുപക്ഷമെന്ന് വിളിക്കുന്നത്. യൂറോപ്പ് ആ ഇടതുപക്ഷത്തെ സ്വതന്ത്ര ചിന്ത എന്നാണ് വിളിച്ചത്. ശാസ്ത്രത്തിന്, ഗവേഷണങ്ങൾക്കും, ലിംഗസമത്വത്തിനും, വ്യക്തി സ്വാതന്ത്ര്യത്തിനും വിപ്ലവാത്മകമായ കലയ്ക്കും പ്രാമുഖ്യം നൽകുന്ന ഒരു സംവിധാനം. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു. അത്തരം ഒരു വഴിയിലൂടെയാണ് കേരളവും സഞ്ചരിച്ചത്. അല്ലെങ്കിൽ ആ വഴി അനുകരിച്ചല്ലെങ്കിൽ പോലും ഏകദേശം 1960 അവസാനം വരെയും 70കളുടെ മധ്യം വരെയെങ്കിലും കേരളം സഞ്ചരിച്ചു. ആ 70കളുടെ മധ്യത്തോടുകൂടി ആ സ്വതന്ത്ര ചിന്താഗതിയെ, ആ ഇടതുപക്ഷത്തെ കമ്മ്യൂണിസം അല്ലെങ്കിൽ CPIM, നായനാരുടെയും EMSൻ്റെയും നേതൃത്വത്തിൽ പൂർണ്ണമായും ഒഴുങ്ങിയ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്, ആ ഒരു ഘട്ടത്തിൽ നിന്നുമാണ് മലയാളിയുടെ വ്യക്തിത്വവും പൗരബോധവും ശാസ്ത്രാവബോധവും നിശ്ചലമാക്കപ്പെടുന്നതും അല്ലെങ്കിൽ നിർജീവമാക്കപ്പെട്ടതും മലയാളി വ്യക്തിത്വമില്ലാത്ത ഒരു ആശയമായി മാറുന്നു. ഇത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടം. കാരണം കേരളം നേരത്തെ പാശ്ചാത്യ ലോകത്തെ പ്രതി പറയും, കേരളം അത്തരമൊരു പുരോഗമന ചിന്തകളുടെ ഒരു കൂടാരമാണ്. പ്രത്യേകിച്ചും കലകളിലൂടെ സാമൂഹ്യ വിപ്ലവം നടക്കും, ശാസ്ത്രത്തിലൂടെ സാമൂഹ്യ വിപ്ലവം നടക്കും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെയാണ് വയലാറിൻ്റെയും KPSCയുടെയും സാംബശിവൻ്റെയും എല്ലാം ആലപ്പുഴയും കൊല്ലവും ഒക്കെ കണ്ണൂരിലേക്ക് ചുരുങ്ങിയത് പലവട്ടം നമ്മൾ ചർച്ച ചെയ്തു. കേരളത്തിൻ്റേതുപോലെ വർണ്ണം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ മതം അല്ലെങ്കിൽ മതപുരോഹിതന്മാർ അല്ലെങ്കിൽ ആരാധനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവസാന അഭിപ്രായക്കാരായ കുറച്ച് ആളുകൾ ശാസ്ത്രത്തെയും കലയെയും നിർണയിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന, അതുവഴി ഒരു സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്നുള്ള ഒരു മോചനമായിരുന്നു യൂറോപ്പിൻ്റെ നവോത്ഥാനവും കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതി. അത്തരമൊരു കേരളത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്നത്. രാധാകൃഷ്ണൻ്റെ ഒരു ഐതിഹാസികമായ ഒരു തീരുമാനത്തിൽ നിന്നും നമ്മൾ ആ ചർച്ചയിലേക്ക് കടക്കുന്നു. പേരുകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ അർത്ഥമുണ്ട് എന്ന് നമുക്കറിയാം. നമ്മളിപ്പോഴത്തെ കേന്ദ്രത്തിലെ ഭരണകൂടം തന്നെ
ചരിത്രത്തിന്മേലുള്ള കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പേരുകളിലൂടെ അടിച്ചമർത്തപ്പെട്ട പ്രത്യേകിച്ചും പട്ടികവർഗത്തിന് അല്ലെങ്കിൽ പ്രാകൃതർ എന്ന് ഒരു പൊതുലോകം വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ വ്യക്തിത്വത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ കേവലം പേരുമാറ്റത്തിലൂടെ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയും. ആ പേരുമാറ്റത്തിലൂടെ സംഭവിക്കുന്നത് അതിൻ്റെ ആ ഒരു മുഖ്യധാരയിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യത്തെ പടി തന്നെയാണ്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. അത്തരം ഒരു തീരുമാനം എടുത്ത കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തി, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരുന്ന വ്യക്തിക്ക് ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തുകൊണ്ട് പുരോഗമനാത്മകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നിടത്തു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. പലവട്ടം ചർച്ച ചെയ്താണെങ്കിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ തൊട്ടുമുമ്പത്തൊരു ചർച്ചയിൽ നമ്മൾ വിശകലനം ചെയ്തു. ആ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രാധാന്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. പ്രാദേശിക രാഷ്ട്രീയ മാധ്യമങ്ങൾ ഇതെല്ലാം എങ്ങനെ മാറാൻ പോകുന്നു എന്നതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊന്നാണ് ചന്ദ്രശേഖർ ആസാദും ഗുജറാത്തിലെ അമുലിൻ്റെ മണ്ഡലത്തിൽ BJP ഒരു വനിതാ സ്ഥാനാർത്ഥി തോൽപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഇവിടെ ഇരുവരും എല്ലാം തികഞ്ഞവരാണ് എന്നുള്ളതാണ്. പക്ഷേ മുലായം സിംഗ് യാദവിനും ലാലു പ്രസാദ് യാദവിനും അപ്പുറത്തേക്ക് പോകേണ്ടതിനെക്കുറിച്ച് ഒരു ജനത അല്ലെങ്കിൽ സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്നു എന്ന് ഇന്ത്യ മുഴുവൻ വിശ്വസിക്കുന്ന ഒരു ജനത കടന്നു പോയതിൻ്റെ ഒരു തെളിവാണ് ചന്ദ്രശേഖർ ആസാദ് അമുൽ എന്ന വിശ്വവിഖ്യാതമായ ഒരു ബ്രാൻഡിൻ്റെ മണ്ഡലത്തിലുള്ള ഗുജറാത്തിലെ ആ മണ്ഡലത്തിലുള്ള BJPയുടെ പരാജയം. അവർ മായാവതിയെ കൈയൊഴിയുന്നു. അണ്ണാമലയുടെയും 2020യുടെയും കനയ്യകുമാറിനെയും വഞ്ചനയോട് പൊറുക്കാൻ കഴിയാത്തവരാണ്. അവിടെയാണ് കേരള രാഷ്ട്രീയം ഇത്തരം മാറ്റങ്ങളോട് പൂർണ്ണമായും മുഖം തിരിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരം മാറ്റങ്ങളോട് മുഖം തിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ മാറ്റാൻ വിമുഖത കാട്ടുന്നു. കാരണം അമുൽ അല്ലെങ്കിൽ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞ വയനാർ EMS CPMൻ്റെ അല്ലെങ്കിൽ കണ്ണൂർ CPMൻ്റെ കേരളത്തിൻ്റെ സാംസ്കാരിക സാമ്പത്തിക സാമൂഹ്യ മേഖലയിലുള്ള അധിനിവേശത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞത്. വലിയ കനികളും കെട്ടിടങ്ങളും യോജിക്കാത്ത ഒരു ഭൂപ്രകൃതിയെ, ആ ഭൂപ്രകൃതിയെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുവരേണ്ട ഒരു ജീവിത രീതിയെ എങ്ങനെ ഇന്ന് നമ്മൾ മുറിവേൽപ്പിക്കുന്നു എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. അത് പെരിയാറിൽ ചത്തടിയുന്ന മത്സ്യങ്ങളാവാം, വെള്ളത്തിൽ നിന്നും വിഷബാധ ഏൽക്കുന്നവരാവാം, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക തലത്തിൽ നോക്കിയാൽ KSRTC ആവാം, അല്ലെങ്കിൽ ആലപ്പുഴയിലെ കയർ വ്യവസായം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചർച്ചയുടെ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നത്. പ്രാദേശിക രാഷ്ട്രീയത്തിന് പ്രാമുഖ്യവും അത് പ്രാദേശികവാദവും അല്ലാതാകുന്ന ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ ഒഴിച്ച് എല്ലായിടത്തും വരുന്നുണ്ട്. നമ്മളത് മറ്റൊരു തൊട്ടുമ്പത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ പ്രാദേശിക രാഷ്ട്രീയം, പ്രാദേശികവാദം എന്ന് പറയുന്നത് ഓരോയിടത്തും ഓരോ തലങ്ങളുണ്ട്. ഈ പ്രാദേശിക രാഷ്ട്രീയം അല്ലെങ്കിൽ പ്രാദേശികവാദം എന്ന ആശയത്തോട് വലിയ രീതിയിൽ പരിചയമില്ലാത്തൊരു സമൂഹമാണ് കേരളത്തിൽ. ഇവിടെ ഭാഷയോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വത്വ വികാരങ്ങളോ പ്രത്യേകിച്ച് പ്രകടിപ്പിക്കാത്ത ഒരു യൂറോപ്യൻ രീതിയിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രീതിയിൽ രാജ്യം എന്ന ആശയത്തോടും ആ രാജ്യം എന്നുള്ളത് ഒരു ഭൂമിക മാത്രമായി കാണുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു സമൂഹം എന്ന നിലയിൽ പ്രാദേശികവാദം എന്നുള്ളത് വലിയതോളം കേരളത്തിലെ ജനതയ്ക്ക് അത്ര പരിചിതമാണ്. ആ പ്രാദേശികവാദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്വത്വബോധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും കള്ളിയിലേക്ക് മലയാളികളെ ചുരുക്കാൻ കഴിയുമ്പോൾ അത് മതത്തിൻ്റെയോ ജാതിയുടെയോ അത് തന്നെ വലിയൊരു തീവ്രതയോടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇല്ല എന്ന് തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് വരെ ഇല്ല എന്ന് പറയും. അവിടെയാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടതും കെ രാധാകൃഷ്ണൻ എന്തുകൊണ്ട് ഹിന്ദുമതത്തിൽ ഹിന്ദു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ദേവസ്വത്തിലെ ദളിത് പൂജാരിയോ സ്ത്രീ പൂജാരിയോ അടക്കമുള്ള വിഷയങ്ങൾ പുരോഗമനാത്മകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചർച്ചയിലേക്ക് നമ്മൾ കിടക്കേണ്ടതും കേരള രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടതും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ട് പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ ഇവിടെയാണ് തിരിച്ചറിയുന്നത്. ഇവിടെയാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കാരണം കേരള കോൺഗ്രസ് എന്നുള്ളത് കേരളത്തിലെ പ്രാദേശികവാദത്തിൻ്റെ വലിയൊരു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കേരളത്തിൻ്റേത് മാത്രമായ പ്രാദേശികവാദത്തിൻ്റെ ജാതി മത സമവാക്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. ജോർജ് കുര്യൻ്റെ കേന്ദ്രമന്ത്രി സ്ഥാനത്തോടുകൂടി ഈ കേരള കോൺഗ്രസിന് പി ജെ ജോസഫിനായാലും ജോസ് കെ മാണിക്കായാലും രാഷ്ട്രീയമായി പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇനിയാണ് നമ്മൾ മാതൃഭൂമിയിലേക്ക് എത്തുന്നത്. നേരത്തെ പറഞ്ഞ പ്രാദേശിക വാദത്തിന് അപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മാധ്യമങ്ങൾക്ക് മേലുള്ള ഈ അല്ലെങ്കിൽ മാധ്യമ സാംസ്കാരിക മേഖലയിലേക്കുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടന്നുകയറ്റമാണ്. അത് നമ്മൾ മുമ്പ് പലവട്ടം ചർച്ച ചെയ്തു. ആ കടന്നുകയറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഴങ്ങാതെ നിന്നിരുന്ന ഒരു സംവിധാനമായി ഒരു വഴിയളവോളം മാതൃഭൂമി നിർണ്ണയിക്കും. അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോ അല്ലെങ്കിൽ 1.25 പതിറ്റാണ്ടായി പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വീരേന്ദ്രകുമാർ. ആ രണ്ട് സംവിധാനങ്ങൾക്കാണ് ഈ മാറ്റം വരാൻ. ഒന്ന്, കേരള രാഷ്ട്രീയത്തിലെ മാതൃഭൂമി എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ നിലപാട്. രണ്ടാമത്, നിലപാടെന്ന് വാക്ക് പറയാൻ കഴിയില്ല, കേരള കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രശ്നം. ദേവഗൗഡയും ജനതാദളും BSPയും ഒരു വലിയ അളവോളം തൃണമൂൽ തന്നെയും ഒരു വലിയൊരു ഇറക്കത്തിൽ. മാതൃഭൂമി കോൺഗ്രസിലേക്ക് മാറുകയാണെങ്കിൽ, പൂർണ്ണമായും ഒരു കോൺഗ്രസ് ചാവിലേക്ക് മാറുകയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില സംഭവ വികാസങ്ങളിലേക്കാണ് നമ്മൾ അതോടെ കടക്കേണ്ടത്. പോരാളി ഷാജിമാരും ഒക്കെ വലിയ വാർത്തയാവുന്നൊരു ഘട്ടത്തിൽ മാധ്യമ പിന്തുണ നഷ്ടപ്പെടാൻ പോകുന്നൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നമ്മൾ ഇവിടെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഒരു ആത്മീയ ആചാര്യൻ്റെ സാന്നിധ്യം അനിവാര്യം അല്ലാത്ത ഒരു മത സംവിധാനത്തിൽ ഒരു വിശ്വാസി സമൂഹത്തെ രാഷ്ട്രീയമായി ഒന്നിപ്പിക്കുക എന്നുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു BJP കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ കേരള രാഷ്ട്രീയ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നേരത്തെ പറഞ്ഞാൽ പ്രാദേശികവാദം, കെ രാധാകൃഷ്ണൻ്റെ പുരോഗമനപരമായ നിലപാടുകൾ, കേരള കോൺഗ്രസ്, നാലാമത്തേതാണ് മാതൃഭൂമി എന്ന് പറയുന്ന സ്ഥാപനം. ഇതിൽ കെ രാധാകൃഷ്ണൻ്റെ തീരുമാനങ്ങൾ ദളിത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടെടുക്കുന്നു. മാതൃഭൂമി എന്നത് കേരളത്തിലെ സാംസ്കാരിക മേഖലയുമായുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കടന്നുകയറ്റത്തെ സൂചിപ്പിക്കുന്നു. കേരള കോൺഗ്രസ് എന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളെ സൂചിപ്പിക്കുന്നു. ഇത് മൂന്നും BJPക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന ഒരു മേഖലയാണ്. അവിടെ നിന്നുമാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. ഷാബാനുവിലൂടെ തകർന്ന ബാബറി മസ്ജിദ്, ആ ബാബറി മസ്ജിദ് നൽകിയ
സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു മതേതര മുഖം സമസ്തയും മുസ്ലിം ലീഗും അവലംബിച്ചത്. INL-ഉം കാന്തപുരവും മദനിയുമെല്ലാം കഴിഞ്ഞ 3 പതിറ്റാണ്ടായി മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഒരു മതമുഖമായി വലിയൊരളവോളം നിന്നിരുന്നത് ലീഗിൻ്റെ ഈ ഒരു മതേതര മുഖത്തിന് മറയായിട്ടാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി BJP-യും ക്രൈസ്തവ സഭകളും കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി മുസ്ലിം ലീഗും സമസ്തയും ഉപയോഗിക്കുന്ന ഇതേ ശൈലി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് BDJS-ഉം പാലാ ബിഷപ്പും കാസിയും. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കേണ്ടത്. കാരണം രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെട്ട വിഭാഗങ്ങൾ, ഒരു ജാതിയാവാം, മതമാവാം, എന്തുമാവാം, ആ വിഭാഗങ്ങൾക്ക് നൽകുന്ന സംഘടിത ശക്തിയെ ചൂഷണം ചെയ്യുക എന്ന കമ്മ്യൂണിസ്റ്റ് ആശയം, അതിനെ അവർ ഇടതുപക്ഷമെന്ന്, അത് CPM ആവാം, റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവാം, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനെ അവർ സ്വയം ഇടതുപക്ഷമെന്ന് വിളിക്കുകയും, അത് കാസ്ട്രോ ആവാം, ആരുമാവാം, ആ ശൈലി കോൺഗ്രസ് പയറ്റിയതിൻ്റെ അല്ലെങ്കിൽ പയറ്റുന്നതിൻ്റെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ മുസ്ലിം ലീഗും വയനാട് മലപ്പുറവുമുണ്ട്. അവിടെയാണ് നമ്മൾ പ്രിയങ്ക ഗാന്ധിയിലേക്ക് എത്തേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ആഴത്തിലെത്തേണ്ടത്. പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തുന്നതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന മുസ്ലിം വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നിൽ ഒരു വലിയ അളവോളം ചോദ്യചിഹ്നമാണ്. ഹിന്ദു ഭൂരിപക്ഷമുണ്ട മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP പോരാട്ടം നേരിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഏറെക്കുറെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ നമുക്ക് അതിലൂടെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല. പോപ്പും ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ചേരുന്ന ഒരു ഭൂമികയിൽ ഷോൺ ജോർജും അനിൽ ആൻ്റണിയും ചേർന്ന ഒരു മേഖലയിൽ ജോസ് കെ മാണിയുടെയും PJ ജോസഫിൻ്റെയും എല്ലാം പ്രസക്തി ചോദ്യം ചെയ്യപ്പെടുക തന്നെയാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ കേരള കോൺഗ്രസിലേക്ക്. രണ്ടാമത്തേതാണ് നേരത്തെ പറഞ്ഞ K രാധാകൃഷ്ണനിലേക്ക്. ദളിത് പിന്നോക്ക രാഷ്ട്രീയത്തിലേക്ക് കടക്കാനൊരുങ്ങുന്ന BJP-ക്ക് പിന്നിൽ NSS-ഉം യോഗക്ഷേമ സഭയും അണിനിരക്കുന്നതോടെ മുസ്ലിം ലീഗിന് മുന്നിലെത്താൻ പോകുന്നത് വലിയൊരു ഉത്തരവാദിത്വം, വലിയൊരു ദൗത്യമാണ്, സമൂഹത്തോട് ചെയ്യേണ്ട വലിയ ദൗത്യം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദളിത് രാഷ്ട്രീയത്തിന് അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ അവകാശം കൈവരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലപാടുകളിലേക്ക് K രാധാകൃഷ്ണൻ എത്താൻ കഴിയാത്തതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. K രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. ജാതീയതയ്ക്കെതിരെ ഏറ്റവും മാതൃകാപരമായ വിജയം നേടിയ സംസ്ഥാനമായിട്ട് കൂടി ആരാധനാലയങ്ങളിൽ ഈ വിഭാഗങ്ങളെ, പ്രത്യേകിച്ചും ലിംഗ ന്യൂനപക്ഷങ്ങളെയും ഒക്കെ അല്ലെങ്കിൽ സ്ത്രീകളെ അടക്കം കൂടുതൽ ശാക്തീകരിക്കാൻ, അവർക്ക് കൂടുതൽ അധികാരം നൽകാൻ ചെയ്യാൻ കഴിയുന്ന ഒരു പുരോഗമന തീരുമാനങ്ങളിലേക്ക് K രാധാകൃഷ്ണൻ എടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. കാരണം മുസ്ലിം ലീഗിൻ്റെ ദൗത്യം, അവിടെയാണ് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ദൗത്യം K രാധാകൃഷ്ണൻ്റെ പരിമിതിയെ നമ്മൾ തിരിച്ചറിയാം. പാളയം ഇമാമും വിസ്റ്റവും വെൽഫെയർ പാർട്ടിയും അനിൽ മുഹമ്മദും എല്ലാം MM അക്ബറിനെയും മുജാഹിദ് ബാൽഷയുടെയും എല്ലാം സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗ് കാണുന്നു. മുഹമ്മദ് ഹിജാബും സുന്നാഗയുമെല്ലാം പാശ്ചാത്യ ലോകത്തെ എത്രമാത്രം വലതുപക്ഷവൽക്കരിച്ചു എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ആ തെളിവുകൾ നമ്മുടെ മുന്നിൽ നിന്ന് നിരന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അബ്ദുൽ ബാസിലിനെ പോലുള്ള വിസ്റ്റം പോലെയുള്ള സംവിധാനങ്ങൾ മതത്തിൻ്റെ പ്രതിനിധികളാണ്. അങ്ങനെ ഇത്തരം പ്രതിനിധികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെങ്ങും
ഗോരക്ഷകരെ കൊണ്ടുവരിക. ഇത് ലീഗ് തിരിച്ചറിഞ്ഞെത്തിയത്. നമ്മൾ മുമ്പും ചർച്ച ചെയ്തു. ചേകന്നൂർ മൗലവിയുടെയും അമീ ചേന്നമംഗളുടെയും എം.എൻ. കാശേരിയുടെയും ലിയാഖത്ത് അലിയുടെയും വഴിയിൽ പോകാൻ ലീഗ് തയ്യാറായില്ലെങ്കിൽ 2029 BJPക്ക് ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാരുണ്ടാവുക ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെയായിരിക്കും. രാമചന്ദ്ര ഗുഹയും റോമില താപ്പറും മുതൽ ശാരദക്കുട്ടിയും ഭാഷാഭൂഷണിയും വരെയുള്ളവർ വിറ്റിട്ടാൽ ഒരു വലതുപക്ഷം അതിൻ്റെ തീവ്രതയുടെ മൂർധന്യത്തിലെത്തുന്നു. അവിടെയാണ് സംഘടിത വോട്ട് ശക്തികളെ പീഡിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്തെ എത്രമാത്രം ഭിന്നിപ്പിച്ചു എന്ന് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത്, ലീഗ് മനസ്സിലാക്കേണ്ടത്, ലീഗ് വഴങ്ങേണ്ടത്. ലീഗ് മാറിയില്ലെങ്കിൽ മാറും കേരളം ലോകത്തിൽ. കാരണം അവിടെയാണ് നേരത്തെ പറഞ്ഞ മാതൃഭൂമിയിലേക്ക് എത്തുന്നത്. മാതൃഭൂമി എന്ന മാധ്യമം മാറുകയാണ്. ഈ മാറിയേ തീരും. പൂർണ്ണമായും കോൺഗ്രസിൻ്റെ വഴിയിലേക്ക് പോയേ തീരും. എന്നാൽ എത്രമാത്രം കോൺഗ്രസിൻ്റെ വഴിയിലേക്ക് മാതൃഭൂമിക്ക് പോകാൻ കഴിയും? ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്ക് പരസ്യ പിന്തുണ നൽകിയിരുന്ന റിപ്പോർട്ടർ ചാനൽ ഒരു വലിയ അളവോളം പിന്മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ മീഡിയ വണ്ണും കൈരളി TV മാത്രമായി ചുരുങ്ങുന്ന ഒരു സംവിധാനത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, വലിയൊരു അളവുകോലായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മുസ്ലിം ലീഗ് നൽകുന്ന സന്ദേശം എന്താണെന്ന് അവർ സ്വയം തിരിച്ചറിഞ്ഞ് തീരും. കാരണം നേരത്തെ പറഞ്ഞ പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അംബേദ്കറുടെ പ്രതിനിധിയാവാൻ ആര് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഒരു ജനത വിധി എഴുതുമ്പോൾ നെഹ്റു കുടുംബത്തോടുള്ള വിധേയത്വം ദേശീയ തലത്തിലും ലീഗിനോടുള്ള വിധേയത്വം കേരളത്തിലും മാത്രം മാനദണ്ഡമാവുന്ന ഒരു സംവിധാനമായിട്ട് കോൺഗ്രസ് ഇന്നും ഈ നിമിഷവും നിലനിൽക്കുന്നു. ഈ നിമിഷവും അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വളരെ വളരെ വേദനാജനകം. ചിദംബരവും ഖർഗെയും A.C. വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിലും വയനാട് എന്ന സുരക്ഷിത മണ്ഡലവും ഈ പ്രവണതയെ ഊട്ടിയുറപ്പിക്കും. കാരണം ഒരുപക്ഷെ മനോരമ എന്ന ഒറ്റ മാധ്യമത്തിലൂടെയാണ് കേരളത്തിൽ സാംസ്കാരിക മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പിടിച്ചത്, ലീഗ് പിടിച്ചത്. എന്നാൽ RJD എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുമ്പോൾ മാതൃഭൂമിയുടെ നിലപാട് എന്ത് സംഭവിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയാണ് പോരാളി ഷാജിയുടെയും രക്ഷാപ്രവർത്തകരുടെയും മാത്രം പിൻബലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ചുരുങ്ങുന്നിടത്താണ് ലീഗ് ഞങ്ങളുടെ ദൗത്യം ഏറ്റെടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതിയൊരു കപട ഇടതുപക്ഷ ധാര നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ലീഗിൻ്റെ നിലപാടുകൾ നിർണായകം. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് അതിനെ സൃഷ്ടിച്ച അനിശ്ചിതത്വം, അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. എന്നാൽ പോലും വ്യക്തികൾക്കപ്പുറത്തേക്ക് പോകാൻ, നേരത്തെ പറഞ്ഞ പോലെ വ്യക്തികൾക്കപ്പുറത്തേക്ക്, പ്രാദേശികവാദത്തിനപ്പുറത്തേക്ക് പോകാൻ മഹാരാഷ്ട്ര ഒഴിച്ചുള്ള പ്രദേശങ്ങൾ, ഉത്തർപ്രദേശും ഗുജറാത്തും അടക്കം തീരുമാനിക്കുന്നു, CPM അടക്കം തീരുമാനിക്കുന്നിടത്താണ് പ്രിയങ്ക ഗാന്ധിയിലെ കോൺഗ്രസ് വീണ്ടും ചുരുങ്ങും. മമതാ ബാനർജി മുതൽ അമരീന്ദർ സിംഗ് വരെയുള്ളവർക്ക് മുകളിലേക്ക് സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ച സോണിയാഗാന്ധി, ശശി തരൂർ അടക്കമുള്ളവരെ കേവലം പ്രവർത്തകർ മാത്രമാക്കി ചുരുക്കിയ സോണിയാഗാന്ധി. ആ സോണിയാഗാന്ധി നൽകുന്ന ചിത്രം എന്താണ്? സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ പിരിച്ചുവിടേണ്ടപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു ഇത് എന്നല്ലേ ആ ചിത്രം നമുക്ക് നൽകുന്നത്.
നേരത്തെ പറഞ്ഞ പ്രാദേശികവാദം, പ്രാദേശിക രാഷ്ട്രീയം എന്നത് അംബേദ്കറിലേക്കും അംബേദ്കർ ആശയങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിൽ പോലും വ്യക്തിപരമായ അക്രമ രാഷ്ട്രീയത്തോടും കുടുംബ രാഷ്ട്രീയത്തോടും യോജിക്കാത്ത ആളുകൾക്ക് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും വരെ മേൽക്കൈ വരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ നിയന്ത്രണത്തിൽ സോണിയാഗാന്ധിയുടെ തിട്ടൂരങ്ങളിൽ കോൺഗ്രസ് ഇന്നലെയിലാണ് വിഷയം. അവിടെയാണ് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ കെ രാധാകൃഷ്ണൻ്റെ പരിമിതികളെക്കുറിച്ച്, മുസ്ലിം ലീഗിൻ്റെ ദൗത്യത്തെക്കുറിച്ച് പറയുന്നത്. ബജ്രംഗൽ മുതൽ ശിവസേന വരെയുള്ളവരുടെ മാതൃാശയമാണ് RSS. അതിന് സമാനം തന്നെയാണ് സമസ്തയും. ലീഗ് മുതൽ വിഷ്ടവും പോപ്പുലർ ഫ്രണ്ടും INLലും എല്ലാം ഉരുത്തിരിയുന്നത് ഒരു സങ്കേതമാണ് യഥാർത്ഥത്തിൽ സമസ്ത. വയനാട്ടിൽ മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ ചൊൽപ്പടി നിൽക്കുന്ന ഒരു നെഹ്റു കുടുംബാംഗം അത് ഒരിക്കൽ കൂടി മലയാളിയെ വലതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ വളത്തേക്ക് നയിക്കും. മലയാളി നടക്കുന്ന വലതുവശത്തു കൂടെയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് ലീഗിനെത്താനുള്ള ഒരു സമയമാണ്. കാരണം ലീഗിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ വർദ്ധിക്കുകയാണ്. കാരണം നേരത്തെ മുമ്പ് പല വീടുകൾ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഏറ്റവും അധികം മതേതര വോട്ടുകൾ ലഭിക്കുന്ന ഒരു മതപ്രസ്ഥാനം, ഒരു മതസംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അത് കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തുള്ള വോട്ടാണ്. കേവലം ഒരു മതസംഘടന മാത്രമാണ് തങ്ങളെന്ന് പറയാത്ത ലീഗിന് മതേതരത്വം കൽപ്പിച്ചു നൽകിയത് കോൺഗ്രസും ഓരോ മലയാളിയും സംഖ്യയാക്കുന്നു, സംഖ്യയാക്കുന്നു. NCERTയും CAAയും അതെല്ലാം അല്ലെങ്കിൽ നീറ്റും ഇതെല്ലാം എതിർക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം ഇന്ന് കേന്ദ്രത്തിലുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിലെ എല്ലാ പുരോഗമന ആശയങ്ങളെയും എല്ലാ കാലത്തും എതിർത്തു വന്ന സമസ്ത ലീഗ് സഖ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് RSSന് മുന്നിൽ മാത്രമാണ്, അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനുള്ള ആർജവം കാണിക്കുന്നത് RSS മാത്രമാണ് എന്നിടത്താണ് വലതുപക്ഷവൽക്കരണത്തിൻ്റെ തീവ്രത നമ്മൾ അറിയുന്നത്. അവിടെയാണ് ലീഗ് ഉടന്ന് പ്രവർത്തിക്കേണ്ടത്. കെ രാധാകൃഷ്ണൻ്റെ പരിമിതി നമ്മൾ തിരിച്ചറിയുന്നത്. എന്തുകൊണ്ട് കെ രാധാകൃഷ്ണൻ അത് കഴിയുന്നില്ല എന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് വെള്ളാപ്പള്ളി നടേശൻ നൽകിയത്. വെള്ളാപ്പള്ളി നടേശൻ ആദരിക്കപ്പെടേണ്ട ഒരു ഇന്ത്യനായ വ്യക്തി തന്നെയാണ്. മതം വിറ്റ് കാശാക്കുന്ന, ജാതി വിറ്റ് കാശാക്കുന്ന വ്യക്തി. പക്ഷേ അതിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കടന്നില്ലേണ്ടിയിരിക്കും. അവിടെയാണ് നമ്മൾ പറഞ്ഞ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. പ്രാദേശിക രാഷ്ട്രീയം, ജാതി രാഷ്ട്രീയം, മാധ്യമങ്ങൾ, ഈ 3-ന് മേലുള്ള സമ്മർദ്ദം എന്താണ്, എങ്ങനെയാണെന്നുള്ള ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് ലീഗ് പഠന വിഷയമാക്കേണ്ടതാണ്. തങ്ങളുടെ ഉത്തരവാദിത്തം കാട്ടേണ്ടത്. അഴിഞ്ഞതും തുറന്നുമായ സുതാര്യമായ ചുറ്റുപാടുകളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസം സ്വീകരിക്കുക. എന്നിട്ട് അവിടെ മതപ്രചാരണം നടത്തുക. മുഹമ്മദ് ജാബർ, സുന്നാഗൈ തുടങ്ങിയവരുടെ ശ്രേണിയിലാണ് നേരത്തെ പറഞ്ഞ വിഷ്ടവും അനിൽ മുഹമ്മദും അബ്ദുൽ ബാസിലും എല്ലാം നിൽക്കുന്നത്. എം എം അക്ബറിനേക്കാളും സാക്കിർ നായികിനേക്കാളുമൊക്കെ നാഗരികൻ എന്ന് തോന്നിക്കുന്ന രീതിയിൽ വന്ന് വഴി രീതിയിൽ ഇവിടെ നടത്തുന്ന മതപ്രചാരണം യൂറോപ്പിൽ സൃഷ്ടിച്ച പ്രത്യാഘാതം കേരളത്തിലും സൃഷ്ടിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയിട്ടിരിക്കുന്നു. അതിൽ അൺലേൺ വിത്ത് അജ്മൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ രൂപത്തിലാണ് മതപ്രചാരണം നടത്തുന്നത്. ശാസ്ത്രത്തെ മതവുമായി കൂട്ടിക്കൊടുത്തുള്ള ചർച്ചകൾ നടത്തുന്നത് ശാസ്ത്രീയമായ രീതിയിൽ എന്നുള്ള രീതി. ഇത് തന്നെയാണ് യൂറോപ്പിലെ വലതുപക്ഷവൽക്കരണത്തിന് വഴി വെച്ചിരിക്കുന്നത്. മുഹമ്മദ് ജാബ് ചെയ്യുന്നത് തന്നെയാണ് വിസ്റ്റമും അബ്ദുൽ ബാസിലും ഈ പറഞ്ഞ അനിൽ മുഹമ്മദ് എല്ലാം ചെയ്തത്. ഇത്തരം ആളുകൾ തങ്ങളുടെ രാഷ്ട്രീയത്തെയോ മതത്തെയോ പ്രതിദാനം ചെയ്യുന്നില്ല എന്ന് പറയാൻ ലീഗ് തയ്യാറാകാത്തതാണ്. അല്ലെങ്കിൽ ആ ലീഗ് തയ്യാറാകാത്ത ഇടത്താണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. രാധാകൃഷ്ണൻ അടക്കമുള്ള നിശബ്ദരാകും. എൻ്റെ മതവും എൻ്റെ ദൈവവും മാത്രമാണ് ശരിയെന്ന് ഉദ്ഘോഷിക്കുന്നത്. കേരളം പോലെ ഉന്നതമായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഒരു വലിയ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു.
അവർ മതേതരത്വം പറയുന്നിടത്താണ് അപകടം ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഞങ്ങളൊരു മതസംഘടനയാണ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഒരു മതസംഘടന മാത്രമാണെന്ന് ലീഗ് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ വലതുപക്ഷവൽക്കരണം സംഭവിക്കുന്നത്. പക്ഷേ RSSൻ്റെ അതേ ആർജവത്തോടെ തങ്ങളുടെ മതരാഷ്ട്രവാദം അല്ലെങ്കിൽ തങ്ങളൊരു മതത്തിൻ്റെ പ്രതിനിധികളെന്ന് പറയാനുള്ള ആർജവം കാണിക്കാതെ മതേതരത്വത്തിൻ്റെ ഒരു തൈലം പുരട്ടിക്കൊണ്ട് പൊതുസമൂഹത്തെ വർഷങ്ങളായി കബളിപ്പിക്കുന്ന പാണക്കാട് കുടുംബത്തിൻ്റെ സൃഷ്ടിയാണ് കേരളത്തിലെ വലതുപക്ഷം. അങ്ങനെ പറയാൻ കഴിയാത്തിടത്താണ് ഹിന്ദുമതത്തിലെ പുരോഗമന കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തവരും രാധാകൃഷ്ണൻ നിശബ്ദനാവുന്നത്, KM മാണിയുടെ പാർട്ടി ജോർജ് കുര്യനിൽ ലയിക്കേണ്ടി വരുന്നതും, മാതൃഭൂമി ലോകത്തെ ഏറ്റവും വലിയ അടിമ സംസ്കാരത്തിൻ്റെ പ്രതിനിധിയാണ്. പലപ്പോഴും റഷ്യ ഉപയോഗിക്കുന്ന അതേ ശൈലിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത്. ക്രൈസ്തവ പൗരോഹിത്യത്തിൻ്റെ ആശീർവാദം ലഭിച്ച ഒരു പുടിൻ ഏകാധിപതിയോ അധിനിവേശത്തിൻ്റെ വക്താവോ ആയി ഏറ്റവും കുറഞ്ഞ പക്ഷം പഴയ സോവിയറ്റ് രാജ്യങ്ങളുടെ മുന്നിലെങ്കിലും പ്രത്യക്ഷപ്പെടാതിരിക്കുകയും ഇസ്ലാമിക ഭീകരവാദത്തിന് യൂറോപ്പിൻ്റെ മറ്റിടങ്ങളിൽ പരോക്ഷ സഹായം നൽകി റഷ്യയുടെ ആഭ്യന്തര സമ്പദ്വ്യവസ്ഥയെ ശാക്തീകരിക്കുന്നതും അതേ ശൈലിയാണ് അത് പൗരോഹിത്യത്തെ ഇസ്ലാം മുസ്ലിം ക്രൈസ്തവ പൗരോഹിത്യം ഉപയോഗിച്ചുകൊണ്ട് നായനാരും EMSഉം വർഷങ്ങളായി ചെയ്തുകൊണ്ട്. ക്രൈസ്തവ സംഘടന, ദളിത് സംഘടന, ഈ സംഘടനകളെല്ലാം അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പ്രതിനിധികളാണ്. ഈ സംഘടനകൾക്ക് രാഷ്ട്രീയമായി സംഘടിച്ച് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടി വരുന്നില്ല എന്നുള്ളിടത്താണ് സാമൂഹ്യ പുരോഗതി ഉണ്ടാകുന്നത്. അത്തരമൊരു സാമൂഹ്യ പുരോഗതി വലിയൊരളവിൽ ലഭിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഒരു കേരളത്തിലാണ്, അങ്ങനെ ഒരു കേരളമായതുകൊണ്ട് തന്നെയാണ് BJPക്ക് കേരള ഒരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ശക്തിയായി മാറാൻ കഴിയാതെ. എന്നാൽ ആ ഒരു അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ മതേതരത്വമോ അറിഞ്ഞുകൊണ്ട് പരോക്ഷമായും വലിയോളം പ്രത്യക്ഷമായും തങ്ങളുടെ മതത്തെയോ തങ്ങളുടെ പ്രാദേശികവാദത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നിടത്തുനിന്നാണ് വലതുപക്ഷവൽക്കരണം ആരംഭിക്കുന്നത്. യൂറോപ്പിൽ സംഭവിച്ച അതേ വലതുപക്ഷവൽക്കരണം ഇവിടെയും സംഭവിക്കുന്നു. കേരളത്തിലെ വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ തങ്ങളാണെന്ന് CPM മുസ്ലിം ലീഗും തിരിച്ചറിഞ്ഞെത്തി തെറ്റുതിരുത്താനുള്ള സ്വയം തിരിച്ചറിയാനുള്ള അവസരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്താ പറയുക വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ സാമൂഹിക ഘടനയെ നിർവചിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയം. അതിനെ നമ്മൾ ഏറെ ഗൗരവത്തോടെ നോക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രീയത്തിലേക്ക് ഏറെ ഗൗരവത്തോടെ നമ്മൾ കടത്തി. പ്രാദേശികവാദമില്ലാത്ത ജാതിമത സമവാക്യമില്ലാത്ത ഒരു കേരളം അത് ഉയർന്നു വന്നെത്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ, സാമൂഹ്യ ദൗത്യം ഏറ്റെടുക്കാൻ മത ജാതി സംഘടനകൾ തയ്യാറാവണം.